നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസം 21 മുതൽക്ക് 27 വരെ, അതായത് ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഇതിലിവിടെ സൂര്യൻ ധനുവിലാണ്, ബുധൻ വൃശ്ചികത്തിലും, വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നു. അതുപോലെ ശുക്രൻ ധനുവിലേക്ക് പകരുന്നു. ചൊവ്വ ധനുവിലാണ്, ഗുരു മിഥുനത്തിലാണ്, അത് റിട്രോഗ്രേഡാണ്. ശനി മീനത്തിലാണ്, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും. ഇതാണ് ഗ്രഹസ്ഥിതി. ഇവിടെ മേടം കൂറ് മുതൽക്കാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. മേടം കൂറ് ഏരീസ് എന്നാണ് പറയുക. അശ്വതി, ഭരണി, കാർത്തിക, കാല ഈ നക്ഷത്രക്കാരാണ്. ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 9 ശുക്രനും സൂര്യനും വരുന്ന, ചൊവ്വയും കൂടെ വരുന്ന കാലമാണ്. ജോലി സംബന്ധമായിട്ട് അഥവാ ബിസിനസ് സംബന്ധമായിട്ട് ചില വിദേശ ബന്ധങ്ങൾ, നൂതനമായിട്ടുള്ള വിദേശ ബന്ധങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അതുപോലെ ഓൺലൈൻ പ്രൊജക്റ്റുകളും മറ്റൊക്കെ ചെയ്യുന്നവർക്ക് അതും ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചും ഒരു ഉന്നത പദവിയിലേക്കും മറ്റും പോകേണ്ടവർക്ക് അത് സാധിക്കാവുന്ന ഒരു കാലമാണ്. അതുപോലെ മത്സരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും. ഈ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദവും ചേർന്ന നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് വലിയ ലാഭങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ ഫലം വരുന്നത് പിന്നീടായിരിക്കാം. ചെറിയ തരത്തിലുള്ള ലോട്ടറി അഥവാ ചില പഴയ ക്ലെയിം കിട്ടുക, പണം കടം കൊടുത്തത് തിരിച്ചു കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. 24 മുതൽ 27 വരെയുള്ള സമയത്ത് കുറച്ച് കൂടിയ ചിലവുകൾ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് വയറുവേദന ഉണ്ടാകാനും അമിതമായിട്ടുള്ള ചൂട്, അതുപോലെ ആസിഡിറ്റി മുതലായിട്ടുള്ള ചില രോഗങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രയിൽ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഭക്ഷണ ക്രമീകരണവും അത് പ്രത്യേകിച്ച് യാത്രയിൽ അവർ നോക്കേണ്ടതാണ്. കുടുംബപരമായിട്ടുള്ള കുറച്ച് അകൽച്ചയുള്ള ബന്ധങ്ങളിൽ അവർക്ക് ഒരു കൂടുതൽ അടുപ്പത്തിലേക്ക് വരാം. അതിൽ മെച്ചം കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒരു തുറന്ന ചർച്ചയും അഥവാ തുറന്ന പരസ്പര സംസാരവും ഒക്കെ വേണ്ട സമയമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ചില ദുരിതങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് വ്യാഴഗ്രഹത്തിന് ഗ്രഹശാന്തി നൽകുക, ഗ്രഹശാന്തി ഹോമം അഥവാ ദാനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യും.